കല്ലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. 1 മുതൽ 10 വരെ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഈ അവസരത്തിൽ 1-2 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് തൊട്ടടുത്തുള്ള വാഴക്കുളത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ കിതപ്പും കുതിപ്പും ഒക്കെ ധാരാളം അറിയുന്നതിനായിട്ട് അവസരമുണ്ടായ ഒരാളെന്ന നിലയിൽ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ സ്കൂളിൻ്റെ ഉയർച്ച പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സ്കൂൾ ബസ് സ്വന്തമായിട്ട് ആർജിക്കുന്നതിനായിട്ട് സാധിച്ചു. ഒരു നല്ല മനോഹരമായ ഗേറ്റ് നിർമ്മിക്കുന്നതിനായിട്ട് സാധിച്ചു. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കായിക രംഗത്ത് 1ാം സ്ഥാനം നേടുന്നതിനായിട്ട് സാധിച്ചു. ഈ വർഷം ഹയർ സെക്കൻഡറിയിലെ കലാമത്സരങ്ങൾക്കും 1ാം സ്ഥാനം നേടുന്നതിനായിട്ട് സാധിച്ചു എന്നുള്ളത് നിസ്സാരമായൊരു നേട്ടമല്ല. പ്രത്യേകമാം വിധം ഞാൻ ബഹുമാനപ്പെട്ട മാനേജരച്ഛനെ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. മാനേജരച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ ഇടവക അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മുമ്പ് ഞാൻ ഈ വാഴക്കുളത്തിരിക്കുമ്പോൾ മിക്കവാറും ഒത്തിരി ആളുകൾ TC-ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് വരും. അപ്പോൾ ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഡിമാൻഡ് എന്തുമാത്രമുണ്ട് എന്നെനിക്ക് എപ്പോഴും അറിയാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് TC എടുത്താൽ ആദ്യമായിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന കല്ലൂർക്കാട് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അതിനുശേഷം കുറേ കാലമായിട്ടേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിലേക്ക് മാറി. ഈ അവസരത്തിൽ ഇപ്പോൾ എനിക്ക് പറയുവാനായിട്ട് തോന്നുന്നത്, ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂള് കല്ലൂർക്കാട് ഹയർ സെക്കൻഡറി സ്കൂളായി. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും മാനേജരച്ഛനും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം എൻ്റെ പേരിലുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് 3 പേര് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. 2 പേരുടെയും മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരാൾ മരിയറ്റ് ടീച്ചറിൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് അവസരമുണ്ടായിട്ടില്ല. അങ്ങനെ അവരുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങൾ എനിക്കുണ്ട്. ഇവർ നല്ല അധ്യാപകരാണ്. അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇവർക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. പറഞ്ഞ പോലെ സൂര്യൻ ഒരു സ്ഥലത്ത് ഇവിടെ അസ്തമിക്കുമ്പോൾ അമേരിക്കയിൽ ഉദിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു സർവീസ് ഇവിടെ അവസാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഉയരങ്ങളിലെത്തുവാനായിട്ട് അമേരിക്കയിൽ ഉദിച്ച് മറ്റു സ്ഥലങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഇവർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.